ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കർത്താവിനെ ആരാധിക്കാനായി വന്നു ചേർന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. വീണ്ടും നിങ്ങളോട് ദൈവത്തിൽ സംസാരിക്കുവാനായിട്ട് ദൈവം എനിക്ക് നൽകിയ ഈ അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്ന വാക്യമാണ്: യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്വന്തമായവർ തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഇന്ന് ദൈവമക്കൾ എന്ന ആ വലിയ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നത്. അവന്റെ ജനതയുടെ അടുക്കിലേക്ക് വന്നു, അവർ അവനെ തള്ളിക്കളഞ്ഞു. യേശുവിനെ സ്വന്തം യഹൂദജനം തള്ളിക്കളഞ്ഞു. മാത്രമല്ല, അവന്റെ ഗ്രാമത്തിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ അവന്റെ ഗ്രാമക്കാർ അവനെ തള്ളിക്കളഞ്ഞു. ആ സംഭവം കാണാനായിട്ട് കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലാണ്. തൻ്റെ സ്വന്തം ഗ്രാമക്കാരായിരിക്കുന്ന നസ്രത്തിലെ ജനം, തന്നെ പരിചയമുള്ള തൻ്റെ ജനം തന്നെ തള്ളിക്കളയുന്ന ചരിത്രം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലാണ്. നമുക്ക് ആ വേദഭാഗം എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14 മുതൽ 30 വരെയുള്ള വേദഭാഗം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന നസറത്തിൽ വന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പൂഴ്ത്തി. അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർന്നഭൂമിയിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ട് 6 മാസം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവന്മാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ്. ഈ വേദഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞനായി യോർദാനിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ പിശാച് യേശുവിനെ മരുഭൂമിയിലേക്ക് പരീക്ഷിക്കുവാനായിട്ട് മരുഭൂമിയിലായിരുന്നപ്പോൾ പരീക്ഷിക്കുവാനായിട്ട് കടന്നു വന്നു. 3 തരത്തിലുള്ള പരീക്ഷ പിശാച് യേശുവിനോട് ചെയ്യുന്നുണ്ട്. കല്ലിനോട് അപ്പമാകാനായിട്ട് പറയുന്നു. അതുപോലെ തന്നെ കുമ്പിട്ട് ആരാധിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. പിന്നീട് പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് ചാടുക എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ വിവിധ പരീക്ഷകളിലൂടെ യേശു കടന്നുപോയി. അവസാനം പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ദേവാലയത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുവാനായിട്ടാണ്
പിശാച് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിശാച് കർത്താവിനെ പരീക്ഷിച്ചു. പരീക്ഷയിൽ പിശാച് പരാജയപ്പെട്ടു പോയി. അതിനുള്ള മറുപടി നമുക്കറിയാവുന്ന വേദഭാഗമാണ്. മറുപടി കർത്താവ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. അവസാനത്തെ പരീക്ഷയോട് അനുബന്ധിച്ച് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഉത്തരം പറയും. അവസാനത്തെ പരീക്ഷയ്ക്ക് മറുപടിയായിട്ട് കർത്താവ് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നാണ് പിശാചിനോട് മറുപടി പറയുന്നത്. അപ്പോൾ പിശാച് അത് തികച്ച ശേഷം, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവന് വിട്ടുമാറി. കർത്താവിൽ നിന്ന് ഈ മറുപടി കേട്ടപ്പോൾ പിശാച് കുറെ കാലത്തേക്ക് കർത്താവിനെ പരീക്ഷിക്കുന്നതിൽ നിന്ന് വിട്ടുമാറി എന്നാണ് വായിക്കുന്നത്. പിശാച് വിട്ടുമാറി. പക്ഷെ ഞാൻ പറയട്ടെ, മനുഷ്യൻ കർത്താവിനെ പരീക്ഷിക്കുന്നത് തുടരുകയാണ്. യഹൂദന്മാർ കർത്താവിനെ പരീക്ഷിച്ചു. ഇന്നും മനുഷ്യർ കർത്താവിനെ പരീക്ഷിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേദഭാഗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തൻ്റെ ഗ്രാമക്കാർ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് ചിന്തിച്ചു എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. അതിൻ്റെ സന്ദർഭമായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവ് ഇങ്ങനെ പരീക്ഷ തികച്ച ശേഷം ഗലീലയിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പകർന്നു. അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. കർത്താവ് ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവിടെ അത്ഭുതകരമായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തു. ഗലീല എന്നുള്ളത് വലിയ ഒരു പ്രദേശമാണ്. വളരെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, യഹൂദന്മാർ മാത്രമല്ല, യഹൂദന്മാരും റോമക്കാരും അങ്ങനെ വിജാതിയരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന വലിയൊരു പ്രദേശമാണ് ഗലീല. എന്നാൽ യഹൂദന്മാർക്ക് വിജാതിയരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം യഹൂദന്മാർ ചിന്തിക്കുന്നത് വിജാതിയരെ അത്ര താഴെയുള്ളവരായിട്ടാണ് യഹൂദൻ ചിന്തിക്കുന്നത്. നരകത്തിന്റെ വിറകാകേണ്ടവരാണ് വിജാതിയർ. യാതൊരു സംബന്ധവും ഇല്ലായിരുന്നു അവർക്കെങ്കിലും അവരങ്ങനെ ഒന്നിച്ച് താമസിക്കുന്ന പ്രദേശമാണ് ഗലീല. ആ ഗലീല പ്രദേശത്തേക്ക് കർത്താവ് കടന്നു വരികയും അത്ഭുതകരമായിരിക്കുന്ന ശുശ്രൂഷ കർത്താവ് ചെയ്യുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അനേകമായിരിക്കുന്ന അത്ഭുതങ്ങൾ മാത്രമല്ല, സിനഗോഗുകളിൽ വളരെ നല്ല പ്രസംഗങ്ങൾ, ആർക്കും എതിർക്കുവാൻ കഴിയാത്ത നിലയിൽ ന്യായപ്രമാണത്തിൽ നിന്ന് വിശദീകരിച്ചു കൊടുക്കുകയും അതുപോലെ അനേകം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഇവയൊക്കെയും ഗലീല പ്രദേശങ്ങളിൽ കർത്താവ് ചെയ്തു. അനേക രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. അതുപോലെ തന്നെ കഫർന്നഹൂമിൽ ചെയ്ത ഒരു അത്ഭുതം എല്ലാവർക്കും പരിചയമുള്ള അത്ഭുതമാണ്. ജനങ്ങൾ അധികമായതുകൊണ്ട് തളർവാദ രോഗിയെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് അകത്തേക്ക് ഇറക്കി വിടുന്ന ഒരു ചരിത്രം നാം വായിക്കുന്നുണ്ട്. മാത്രമല്ല കൈവരേണ്ട മനുഷ്യൻ, അങ്ങനെ അനേകം അത്ഭുതങ്ങൾ നടത്തി വലിയ പുരുഷാരം ഗലീലയിൽ കർത്താവിനെ അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന വലിയൊരു ജനസമൂഹം കർത്താവിനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഒരു വലിയ ഗുരുവായിട്ട് അവർക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു നല്ല ഗുരു, അനേക അത്ഭുതങ്ങൾ ചെയ്യുന്ന, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന, അപ്പം കൊടുക്കുന്ന നല്ലൊരു ഗുരുവായി, നല്ലൊരു ടീച്ചറായി, ഒരു റബ്ബിയായിട്ട് ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് കർത്താവിനെ അംഗീകരിക്കേണ്ട സന്ദർഭത്തിലാണ് ഈ ചരിത്രം മുമ്പോട്ട് പോകുന്നത്. എല്ലാവരും അവനെ പ്രശംസിച്ചു. ഗലീല എന്ന് പറയുന്ന വലിയ പ്രദേശത്തുള്ളവർ കർത്താവ് പ്രസിദ്ധനായി. എല്ലാവരും കർത്താവിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ശുശ്രൂഷ കണ്ടിട്ട് കർത്താവിനെ കുറിച്ച് പറയുന്നത് മറ്റു റബ്ബിമാർ പ്രസംഗിക്കുന്ന പോലെയല്ല കർത്താവ് പ്രസംഗിച്ചത്. അവൻ അധികാരമുള്ളവനായിട്ടത്രേ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശസ്തനായിരിക്കുന്ന കർത്താവാണ് അവൻ വളർന്ന നസറത്തിലേക്ക് കടന്നു വരുന്നത്. നസറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗലീലയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. വളരെ പ്രാധാന്യമൊന്നുമില്ലാത്ത ഏറ്റവും കുറഞ്ഞ ഒരു ഗ്രാമം. അതിനെക്കുറിച്ച് ജോസിഫസ് ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ളവർ താമസിക്കുന്ന, അഭിവൃദ്ധിയില്ലാത്ത ഒരു ചെറിയ ഗ്രാമം. റോഡുകളൊക്കെ
മറ്റു ഗ്രാമങ്ങളൊക്കെ കല്ല് പാകിയ റോഡുകളായിരുന്നെങ്കിൽ നസ്രത്തിൽ കല്ല് പാകിയ റോഡ് ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവിനെ കുറിച്ച് സംശയം ഉയർന്നത്. നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ? അത്ര ചെറിയ താൻ ജനിച്ചു വളർന്ന കളിച്ചു വളർന്ന നസ്രത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു വന്നു. ശാബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ശാബത്തില് ഇവിടെ പറയുന്നത് പതിവ് പോലെ പള്ളിയിൽ വന്നു എന്നുള്ളതാണ്. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ സിനഗോഗാണ്. യഹൂദന്മാരുടെ ദേവാലയമില്ല. ദേവാലയത്തിൽ ഉള്ളതുപോലെ യാഗങ്ങളോ ഹോമയാഗമോ അതുപോലെയുള്ളതായിരിക്കുന്ന പരിപാടികളൊന്നുമില്ല. യഹൂദ ദേവാലയം തകർത്ത് കഴിഞ്ഞപ്പോൾ അവര് സിനഗോഗുകളിൽ കൊണ്ടു. ആ സിനഗോഗിലേക്കാണ് കർത്താവ് കടന്നു വന്നത്. അനേക സിനഗോഗുകൾ നമുക്കറിയാം. മട്ടാഞ്ചേരിയിൽ സിനഗോഗുണ്ട്. യഹൂദന്മാർ പോയിരുന്ന സ്ഥലത്തൊക്കെ ഈ സിനഗോഗുകൾ പണിതു. അവിടെ അവരുടെ ആരാധന എന്നുള്ളത് അവർ സങ്കീർത്തനം വായിക്കും. അതുപോലെ തന്നെ കൺഫെഷൻ ഓഫ് ക്ഷേമ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അവർക്ക്. അത് ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ, അതുപോലെ ആവർത്തന പുസ്തകം 11-13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, സംഖ്യാപുസ്തകം 15-37-41 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു കൺഫെഷനാണ്. അതവർ വായിക്കും. പിന്നെ പ്രാർത്ഥനയുണ്ട്. പിന്നെ അവർക്ക് പഞ്ചഗ്രന്ഥിയിൽ നിന്ന് വായിക്കും, പ്രവാചക പുസ്തകത്തിൽ നിന്ന് വായിക്കും, പിന്നെ പ്രസംഗിക്കും. പിന്നെ അവസാനമായിട്ട് ആശീർവാദവും അതുപോലെ തന്നെ പ്രാർത്ഥനയുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ പള്ളിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ സിനഗോഗിൽ നടക്കുന്നത്. കർത്താവ് സ്ഥിരമായിട്ട് സിനഗോഗിലേക്ക് പതിവ് പോലെ, കർത്താവിൻ്റെ പതിവ് എന്ന് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. പതിവ് പോലെ കർത്താവ് എവിടെ പോയാലും സിനഗോഗുകളിൽ പള്ളിയിൽ പോയിരുന്നു. മാത്രമല്ല പതിവ് പോലെ പ്രാർത്ഥിച്ചിരുന്നു. ഈ പതിവ് പോലെ എന്ന് പറയുന്ന വാക്കുകൾ ഇതിന് 2 ഉപയോഗിച്ചിരിക്കുന്നത്. പതിവ് പോലെ കർത്താവ് പ്രാർത്ഥനയ്ക്കായി വാങ്ങിപ്പോയി. പതിവ് പോലെ കർത്താവ് മലയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. ഈ പതിവ് പോലെ എന്നുള്ള വളരെ രസകരമായിരിക്കുന്ന വാക്കാണ്. നമ്മൾ അങ്ങനെയല്ലേ പതിവ് പോലെ പള്ളിയിലേക്ക്, ആരാധനാലയത്തിലേക്ക് കടന്നു വരും. ഈ പതിവ് എന്ന് പറയുന്നത് കർത്താവിന്റെ സന്തോഷത്തിന് കാരണമായ ഒരു പതിവായിരുന്നു. പ്രാർത്ഥിക്കുക എന്നുള്ളത്, ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോവുക എന്നുള്ള ഈ പതിവ് ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്തിരുന്ന കാര്യമാണ്. ഞാൻ ഈ സന്ദർഭത്തോട് യോജിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ പതിവ് അങ്ങനെ കർത്താവിനെ പോലെ ഒരു പതിവാണോ? പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ഏറ്റവും ആനന്ദമാണോ? എബ്രായ ലേഖനത്തില് പറയുന്നത് പോലെ നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്, കാലം അടുക്കുന്തോറും എന്നൊരു കൽപ്പന എബ്രായ ലേഖനത്തില് നമുക്ക് 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പോകുന്ന ഇതിൽ ഞാൻ സന്ദർഭത്തോട് യോജിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, കർത്താവ് പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോയിരുന്നവനാണ്, പതിവ് പോലെ പ്രാർത്ഥിച്ചിരുന്നയാളാണ്. അതും നമ്മുടെ ഒരു വലിയ അനുകരണീയമായിരിക്കുന്ന മാതൃകയാണ്. പതിവ് പോലെ പോയിരുന്നത് ഒരു നിർബന്ധം കൊണ്ടല്ല, കർത്താവിന്റെ സന്തോഷമായിരുന്നു, കർത്താവിന്റെ ആനന്ദമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പരിശോധിക്കാം. ശരി, നമുക്ക് ഭാഗത്തേക്ക് വരാം. കർത്താവ് പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. കർത്താവിന് വായിപ്പാനായിട്ട് കൊടുത്തു. കാരണം കർത്താവിന് തള്ളിക്കളയാൻ പറ്റാത്തൊരു ഗുരുവാണ്. അവർ കടന്നു ചെന്നപ്പോൾ ശുശ്രൂഷക്കാരൻ കർത്താവിന് വായിക്കാനായിട്ട് കൊടുത്തു. യെശയ്യാവിന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി വായിച്ചു. 18-19 വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വെടിവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തിട്ട് തിരികെ ഇരുന്നു. പള്ളിയിൽ എല്ലാവരുടെയും കണ്ട് അവനെ പറഞ്ഞു. കർത്താവ് യെശയ്യാപ്രവചനം 61-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ് വായിക്കുന്നത്. ഈ വാക്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്ന, മനുഷ്യനോട് ദൈവം കരുണ കാണിച്ച, മനുഷ്യനോട് ദൈവം ദയ കാണിച്ച വാക്യങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം, മനുഷ്യവർഗത്തോടുള്ള ദൈവസ്നേഹത്തിന്റെ പ്രഖ്യാപനം, സന്തോഷ വാർത്തയാണ്. യെശയ്യാവ് എഴുതിയിരിക്കുന്ന ഈ വാക്യങ്ങള് മനുഷ്യവർഗത്തോടുള്ള ദൈവസ്നേഹത്തിന്റെ
സന്തോഷ വാർത്തയാണ്. ഇവിടെ വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്. കർത്താവിനെ കുറിച്ചുള്ള മിശിഹയെ കുറിച്ചുള്ള പ്രവചനമാണ് യേശു ഇവിടെ വായിക്കുന്നത്. തന്നെ കുറിച്ച് തന്നെ 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതിയ പ്രവചനം യേശു വായിക്കുന്നതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ അഭിഷേകം ചെയ്യാൻ അഭിഷിക്തൻ, മിശിഹ, രക്ഷകൻ വരുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി, ഇവിടെ പറയുന്നത് ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി, ഇസ്രായേൽ കാത്തിരുന്ന, തലമുറയായി പ്രതീക്ഷിച്ചിരുന്ന, പ്രവാചകന്മാർ കാണുവാൻ ആഗ്രഹിച്ച അവരുടെ രക്ഷകൻ, ആ രക്ഷകനെ കുറിച്ചാണ് രക്ഷകനായിരിക്കുന്ന യേശു ഇവിടെ വായിക്കുന്നത്. ആ രക്ഷകൻ അല്ലെങ്കിൽ അഭിഷിക്തൻ വരുന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മീകമായിരിക്കുന്ന നിലയിൽ നമ്മൾ കാണുകയും ആത്മീകമായിരിക്കുന്ന ദാരിദ്ര്യത്തിൽ പെട്ടവനോട് സുവിശേഷം അറിയിക്കുവാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ആത്മാവിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ച് ബോധമുള്ളവൻ, ആത്മീകമായി സമ്പന്നനല്ലാത്തവൻ, കർത്താവ് പാപത്തെക്കുറിച്ച് ബോധമുണ്ടായിട്ട് ആത്മീകമായി എനിക്ക് ഒരു വീണ്ടെടുപ്പ് വേണം എന്നുള്ള ബോധ്യമുള്ളവൻ, ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്ത് യാഗഹോമങ്ങൾ ചെയ്തു കഴിയുമ്പോഴും ആത്മീകമായി സമ്പന്നനല്ല, എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് ബോധ്യമുള്ളവനോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് വന്നു എന്നുള്ളതാണ്. പലപ്പോഴും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മനുഷ്യരെ സമ്പന്നനാക്കിയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ, രക്ഷകനെ ആവശ്യമില്ലാതെ പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. ആത്മീകമായി സമ്പന്നനാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൽ അങ്ങനെ സംതൃപ്തി ഉണ്ടായിട്ട് പാപബോധം വരാതെ, പാപത്തെക്കുറിച്ചുള്ള ബോധം വന്ന് രക്ഷകനെ അന്വേഷിക്കാത്ത നിലയിൽ ആത്മീകമായി സമ്പന്നനാണ് എങ്കിൽ രക്ഷകനെ കണ്ടെത്തുകയില്ല. ഇവിടെ കർത്താവ് പറയുന്നത്, യെശയ്യാ പറയുന്ന ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ, പാപത്തിന്റെ ബന്ധനത്തിലുള്ളവർക്ക് വിടുതൽ നൽകേണ്ടതിന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ നൽകേണ്ടതിന്, രക്ഷയുടെയും കൃപയുടെയും കാഴ്ച കാണാതെ അടച്ചു കളഞ്ഞ കണ്ണുകളെ തുറക്കേണ്ടതിന്, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കാൻ, പീഡിതന്മാരെ വിടുവിക്കുവാൻ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മനസ്സിലാകാതെ അടഞ്ഞ ചെവിയെ തുറക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു. ഇതിൽ പരം മനോഹരമായിരിക്കുന്ന ഒരു പ്രവചനം മനുഷ്യവർഗത്തിന് വേറെ ഏതുണ്ട്? സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന്റെ അനുഗ്രഹങ്ങൾ, പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യം, ആത്മീയ അന്ധതയുള്ളവർക്ക് പ്രകാശം, അടഞ്ഞ ചെവി തുറക്കുന്നു. ആദ്യം അതുപോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. ദൈവമക്കളുടെ അനുഗ്രഹം എത്രയോ വലുതാണ്. ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവവചനം വായിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു. എന്താ വായിക്കുന്നതെന്നൊന്നും മനസ്സിലായിരുന്നില്ല. എന്നാൽ അടഞ്ഞ കണ്ണുകളെ യേശു തുറന്നു. ദൈവവചനം കേട്ടിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവവചനം കേട്ടിട്ടുള്ളവരല്ലേ? മനസ്സിലാകാതെ പിശാച് അടച്ച ചെവിയെ തുറക്കുന്നത്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ. ഇനി നമ്മൾ പാപം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കർത്താവ് പറയുന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വിടുതൽ നൽകിയിരിക്കുന്നു. എത്രയോ മനോഹരമായ ഒരു സന്ദേശമാണ് യെശയ്യാവ് പറഞ്ഞത്, കർത്താവ് അത് ആവർത്തിച്ചത്. സകലത്തിനും, സകല സങ്കടങ്ങൾക്കും പരിഹാരം, സകല നിരാശയ്ക്കും പരിഹാരം. യെശയ്യാവ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, തകർന്ന ഹൃദയങ്ങളെ മുറിവ് കെട്ടുവാനായിട്ട് രക്ഷകൻ വരുന്നു. തകർന്ന ഹൃദയങ്ങളുള്ളവർക്ക് എന്തിനാണ് ആശ്വാസം പ്രാപിക്കാനായിട്ട് വരുന്നത്? പലരും ഹൃദയം തകരുമ്പോഴും മദ്യത്തില്, അതുപോലെ മയക്കുമരുന്നില്, പല കാര്യങ്ങളിലും ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവിനല്ലാതെ തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല.
രക്ഷ എന്നുള്ളത് എത്ര വലിയൊരു കാര്യമാണ്. അവസാനം പറയുകയാണ്, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ പ്രസാദ വർഷം, കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കാലം, സമാധാനത്തിന്റെ കാലം, പ്രത്യാശയുടെ കാലം പ്രസംഗിക്കുവാനായിട്ട് കർത്താവ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അനുഗ്രഹത്തിന്റെ പ്രസാദ വർഷം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തില് ഒരു യോബേൽ സംവത്സരം എന്ന ശാപത്ത് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ദൈവം യഹോവ ഇസ്രായേൽ ജനത്തിന് കൊടുത്തതാണ്. 6 ദിവസം നിങ്ങൾ അധ്വാനിക്കണം, 7-ാം ദിവസം ശബത്തായിരിക്കണം. അതുപോലെ 6 വർഷം നിങ്ങൾക്ക് അധ്വാനിക്കാം, 7-ാമത്തെ വർഷം ഒരു വർഷം ശാബത്തായിട്ട് ആചരിക്കണം. അങ്ങനെ 7 ശാബത്ത് വർഷം കൂടുമ്പോൾ 49 വർഷം കഴിയുമ്പോൾ 50-ാമത്തെ വർഷം നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കും. യോബേൽ സംവത്സരത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അടിമകൾ സ്വതന്ത്രമാക്കപ്പെടുന്ന വർഷമാണ്. ഇസ്രായേലിൽ അടിമകളുണ്ടെങ്കിൽ അതവർ സ്വതന്ത്രമാക്കപ്പെടുന്നു. താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ദൂരത്തുള്ളവർ താന്താങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും കടന്നു പോകുന്നു. റെസ്റ്റ്, കൃഷിഭൂമിക്ക് റെസ്റ്റ്, മൃഗങ്ങൾക്ക് റെസ്റ്റ്, അതുപോലെ ജനങ്ങൾക്ക് റെസ്റ്റ്. സകലത്തെയും റിസ്റ്റോർ ചെയ്യുന്ന, പുതുക്കുന്ന വർഷം, അന്യായം ചെയ്യാതെ അനുഗ്രഹത്തിന്റെ വർഷം. ഇതാണ് യോബേൽ സംവത്സരം. നമ്മളിപ്പോൾ യോബേൽ സംവത്സരത്തിലാണ്, കർത്താവിന്റെ പ്രസാദ വർഷത്തിലാണ് നമ്മളായിരിക്കുന്നത്. എത്ര അനുഗ്രഹീതമായിരിക്കുന്ന കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കർത്താവിന്റെ വരവ് വരെ ഇത് യോബേൽ സംവത്സരമാണ്. കടങ്ങൾ ഇളച്ചു കൊടുക്കേണ്ട, അടിമകളെ വിട്ടയക്കേണ്ട, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കേണ്ട യോബേൽ സംവത്സരത്തിലാണ് നമ്മളായിരിക്കുന്നത്. വിടുതൽ നൽകുന്ന യോബേൽ സംവത്സരത്തിൽ കർത്താവിന്റെ പ്രസാദ വർഷം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ പ്രസാദ വർഷം. നമ്മളങ്ങനെ ചിന്തിക്കുന്നത് എത്രയോ നല്ല കാര്യമാണ്. കർത്താവിന്റെ അനുഗ്രഹത്തിലേക്ക്, കർത്താവിന്റെ ആ രക്ഷയിലേക്ക്, ആ സുവിശേഷത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോഴാവുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാവുന്നു രക്ഷാദിവസം. ആരെങ്കിലും കർത്താവിന്റെ ഈ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാതെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ ഈ സന്തോഷത്തിലേക്ക് കടന്നു വരേണ്ട സുപ്രസാദ കാലമാണ് ഈ കൃപയുടെ കാലം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അതിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ പകുതിയിൽ നിർത്തി. 2-ാമത്തെ വാക്യത്തിന്റെ പകുതിയിൽ നിർത്തി 2-ാമത്തെ വാക്യം മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും അവന്റെ ന്യായവിധി പ്രസംഗിപ്പാനും എന്നുള്ള വാക്ക് കർത്താവ് അവിടെ വായിച്ചില്ല. ഈ പ്രസാദ വർഷത്തിൽ കർത്താവിനെ അറിയുന്നില്ല എങ്കിൽ കർത്താവിന്റെ ന്യായവിധിയുടെ വർഷം വരാനിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ അറിയുന്നു, കർത്താവിൽ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ കാരണമായ, ഏറ്റവും അനുഗ്രഹത്തിന്റെ കാരണമാണ്. അതുകൊണ്ട് കർത്താവിയുടെ വലിയ ഒരു സന്തോഷത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത്. എന്നാൽ ഈ യോബേൽ സംവത്സരം ഒരു കാര്യം കൂടി നമ്മളോട് ഓർപ്പിക്കുന്നുണ്ട്. ആത്യന്തികമായി സ്വാതന്ത്ര്യം നൽകുന്ന കർത്താവിനെ പിന്തുടരണം, അനുഗമിക്കണം എന്നുള്ള ഒരു നിർബന്ധവും, സ്വാതന്ത്ര്യം നൽകുന്ന ദൈവത്തെ, യഹോവയെ യോബേൽ സംവത്സരത്തിൽ അതുപോലെ അനുസരിക്കുകയും പിന്തുടരുകയും ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന ഒരു നിർബന്ധവും യോബേൽ സംവത്സരത്തിലുണ്ട്. ഇവിടെ നമ്മൾ ആത്മീകമായി 18-19 വാക്യങ്ങളെ ചിന്തിച്ചുവെങ്കിൽ ആക്ഷരികമായും ആ വാക്യങ്ങൾ നമ്മളോട് പറയുന്ന കാര്യമുണ്ട്. കർത്താവ് എങ്ങോട്ടാ വന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ ആത്മീക ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കർത്താവ് വന്നത് എങ്ങോട്ടാണ്? ദരിദ്രന്മാരുടെ അടുക്കിലേക്കാണ്. കർത്താവിന്റെ ശിഷ്യന്മാരാരാണ്? പരീശന്മാരോ ന്യായശാസ്ത്രികളോ പ്രമാണികളോ അല്ല, പരീശന്മാരും അല്ല, അതുപോലെ തന്നെ ഉന്നത പദവിയിലുള്ളവരല്ല. കർത്താവ് തിരഞ്ഞെടുത്തത്, കർത്താവിന്റെ ശിഷ്യന്മാര് ഏറ്റവും ദരിദ്രന്മാരായിരുന്ന മുക്കുവരെയും അതുപോലെയുള്ള താഴെ ഉള്ള ആളുകളെയുമാണ്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ കർത്താവ് ഈ മാതൃക, ഈ യോബേൽ സംവത്സരത്തില് ഈ മാതൃക പിന്തുടരാൻ വേണ്ടിയും കൂടിയാണ് ഈ സംവത്സരം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്.
കർത്താവിൻ്റെ ആ മാതൃക നമുക്ക് പിന്തുടരേണ്ട ആവശ്യമുണ്ട്. കർത്താവ് ഏറ്റവും ദരിദ്രന്മാരായിരുന്നവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയല്ലേ? അവൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതൻ. കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യം വരുത്തി, പാവപ്പെട്ട വിധവയുടെ മകനെ ഉയർപ്പിച്ചു, വിധവയുടെ 2 വെള്ളിക്കാശിനെ പ്രശംസിച്ചു, ഭക്ഷണമില്ലാത്തവരെ കണ്ട് മനസ്സലിഞ്ഞു. ഇതും നമ്മളോട്, ഈ സന്തോഷത്തിൽ ജീവിക്കുന്ന നമ്മളോട് ആവശ്യപ്പെടുന്ന, നിർബന്ധിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെങ്ങനെയാണ് കർത്താവിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന, കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, ഈ കർത്താവിൻ്റെ പ്രസാദവർഷത്തിൽ ജീവിക്കുന്ന നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരുന്ന വഴിയിൽ മുന്നേറുന്നുണ്ടോ? ഈ വചനം വായിക്കുമ്പോഴുള്ള ചോദ്യം ഇതാ. പിന്നീട് താഴേക്ക് വന്നു കഴിയുമ്പോൾ കർത്താവ് ഈ വചനം വായിച്ചു. എന്നിട്ട് വചനം ശുശ്രൂഷക്കാരനെ തിരിച്ചു കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പറഞ്ഞിരുന്നു. എല്ലാവരും കർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നു. വചനം വായിച്ചു കഴിഞ്ഞാൽ വചനത്തെ വിശദീകരിക്കണം. അപ്പോൾ കർത്താവ് അവിടെ ഇരുന്നു. സിനഗോഗുകളിൽ ഇങ്ങനെയാണ്, ഗുരു ഇരിക്കും, കസേരയിലോ ബെഞ്ചിലോ ഇരിക്കുമ്പോൾ കേൾവിക്കാർ ചുറ്റും പാദപീഠങ്ങളിലെ ചുറ്റും ഇരുന്ന് വചനം, അതിൻ്റെ വിശദീകരണം കേൾക്കും. അവർ ചുറ്റും ഇരുന്നു. കർത്താവിൻ്റെ മേൽ എല്ലാവരുടെയും കണ്ണ് പതിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് അതിനെ വിശദീകരിക്കുകയാണ്. ഏറ്റവും ചെറിയൊരു പ്രസംഗമാണ്, ഒറ്റ വാക്കിലുള്ള ഒരു പ്രസംഗം കർത്താവ് നടത്തുകയാണ്. ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർന്നഹൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവിടെ വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു പ്രസംഗം നടത്തുകയാണ്. ഒറ്റ വാക്കുകളാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണ്, ഞാൻ ഈ വായിച്ച തിരുവെഴുത്ത് വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്, എന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നടുവിൽ ഇരിക്കുന്ന ഈ ഞാൻ, നിങ്ങൾ ശബ്ദം കേൾക്കുന്ന ഈ ഞാൻ, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന മിശിഹയാണ് എന്ന് കർത്താവ് അവരോട് നേരിട്ട് തന്നെ പറയുകയാണ്. അതിനു മുമ്പ് യെശയ്യാപ്രവചനന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കർത്താവിൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം കർത്താവിനെ അവർ പുകഴ്ത്തി. കാരണം അവർ ഏറ്റവും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വിഷയത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കടന്നു വരുന്ന, ദരിദ്രന്മാരെ പുനരുദ്ധരിക്കാൻ കടന്നു വരുന്ന, രോഗികളെ സൗഖ്യമാക്കാൻ കടന്നു വരുന്ന, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കടന്നു വരുന്ന ഒരു മിശിഹയെ കുറിച്ച് യേശു ക്രിസ്തു അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ വായിലെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിട്ട് അവർക്ക് തോന്നി. അവരവനെ പുകഴ്ത്തി. എന്നാൽ അടുത്ത വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴോ അവർ ആശ്ചര്യപ്പെട്ടു. നിങ്ങൾ കാത്തിരുന്ന, നിങ്ങളുടെ പിതാക്കന്മാർ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന, അവർ കാണാതെ പോയ, എന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് ഞാനിതാ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ ആശ്ചര്യപ്പെട്ടു. കാരണം എന്താ? അടുത്ത വാക്ക് പറയുകയാണ്, ഇവൻ ഈ യോസേഫിന്റെ മകനല്ലയോ? കർത്താവിനെ കുറിച്ച് അവർക്കറിയാം. കർത്താവിനെ അവർക്ക് നല്ല പരിചയമുണ്ട്. അവരുടെ നാട്ടുകാരനായിരിക്കുന്ന, ആശാരിയായിരിക്കുന്ന ജോസഫിന്റെ ആശാരി ചെറുക്കനാണ് വന്നിരുന്ന് പറയുന്നത്, അനേക നൂറ്റാണ്ടുകളായി കാത്തിരുന്ന മിശിഹ ഞാനാണ് എന്നുള്ളത്. ആശ്ചര്യപ്പെട്ടു പോയി അവർ. അവരോട് കൂടെ നടന്ന, അവർക്ക് നല്ല പരിചയമുള്ള യോസേഫ് ഉണ്ട്, അവിടെയുണ്ട്. അമ്മ മറിയയെ അറിയാം, അവൻ്റെ സഹോദരിമാരെ അറിയാം, സഹോദരന്മാരെ അറിയാം, കുടുംബത്തെ അറിയാം, പലതരത്തിലുമുള്ളതായിരിക്കുന്ന പണികൾ ചെയ്യിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരാൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മിശിഹ അവർക്കത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവനെ നമുക്കറിയാം, യോസേഫിന്റെ മകൻ, ആശാരി ജോസഫിന്റെ മകൻ. കർത്താവിന് അവരുടെ ഹൃദയത്തിലെ ചിന്തകൾ മനസ്സിലായി. അവർ ചിന്തിച്ചതാണ്,
ഇവർ കർത്താവിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. ഗലീലയിലും കഫർന്നഹൂമിലും ഒക്കെ അനേക അത്ഭുതങ്ങൾ ചെയ്ത കർത്താവിനെ അവർക്കറിയാം. അവർ ചിന്തിക്കുകയാണ്, എന്നാൽ ഞങ്ങളത് കേട്ടിട്ടേ ഉള്ളൂ, നീ പ്രൂവ് ചെയ്യേ. അതാണ് കർത്താവ് താഴേക്കുന്നവർ, വൈദ്യം നിന്നെ തന്നെ സൗഖ്യമാക്കുകയെന്നും കഫർന്നഹൂമിലും ഗലീലയും ചെയ്തത് നീ ഇവിടെ ചെയ്യണമെന്ന് നീ പറയും നിശ്ചയം എന്ന് കർത്താവ് അവരുടെ ഹൃദയത്തിലെ ചിന്തയാണ്. അവര് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിന്നെക്കുറിച്ച് ഞങ്ങൾ അത് കണ്ടിട്ടില്ല. ഗലീലയിലും കഫർന്നഹൂമിലും ഒക്കെ അനേക അത്ഭുതങ്ങൾ ചെയ്തത്, അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല. നീ ഞങ്ങളുടെ മുമ്പിൽ അത് പ്രൂവ് ചെയ്യേ. ഇതാണ് കർത്താവിനെ കുറിച്ച് അവർ പ്രതീക്ഷിച്ചതായ കാര്യം. കർത്താവിനെ അവർ പരീക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളതാണ്. 4:1 മുതൽ നമ്മൾ വായിച്ചു, പിശാച് കർത്താവിനെ പരീക്ഷിച്ചതുപോലെ പിശാച് പറഞ്ഞു, കല്ലിനോട് അപ്പമാകുവാനായിട്ട് നീ പറയണമെന്ന് പറഞ്ഞതുപോലെ പിശാചിന്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ്, നീ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തില്ലേ, ഞങ്ങളുടെ മുമ്പിൽ നീ അത് കാണിക്കേ. ഇതാണ് അവരുടെ ചോദ്യം. ഇവരുടെ ഡിമാൻഡ് കർത്താവിനോട് ഇതാണ്, നീ കഫർന്നഹൂമിലും ഗലീലയിലും ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കാണിക്കേ. കർത്താവിനെ അംഗീകരിക്കണമെങ്കിൽ അവർക്ക് അത്ഭുതം ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. കർത്താവിനെ പരീക്ഷിച്ചിട്ട് തിരിച്ചറിഞ്ഞ് കർത്താവിനെ പിൻപറ്റുവാനായിട്ട് ആർക്കും കഴിയരുത്. കർത്താവിനെ പരീക്ഷിച്ച് കർത്താവിന്റെ കഴിവുകളെ അറിഞ്ഞ് ഇവൻ മെശിഹയാണെന്ന് അംഗീകരിക്കുവാനായിട്ടല്ല കർത്താവ് ലോകത്തിലേക്ക് വന്നത്, വിശ്വാസത്താൽ പിന്തുടരുവാനായിട്ടാണ്. നമുക്ക് ഇതിനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കർത്താവിനെ പരീക്ഷിക്കുവാനുള്ള സാധ്യത നമുക്കുണ്ട്. ഭൗതികമായിരിക്കുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ രോഗസൗഖ്യം, നമ്മുടെ കടബാധ്യത, ഇതൊക്കെ തീർത്തു തരുമ്പോൾ കർത്താവിനോട് സ്നേഹം കൂടുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. കർത്താവ് നമ്മൾക്ക് ഗലീലയിലും കഫർന്നഹൂമിലും ചെയ്യുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിചാരം എന്താ? പിശാചിന്റെ പരീക്ഷ അവിടെ പിശാച് ഒഴിവായി പോയി. പരീക്ഷ നമ്മൾ ഇന്ന് കർത്താവിന്റെ മുമ്പിൽ തുടരുകയാണ്. കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചില്ല എങ്കിൽ അല്ലാത്തപ്പോഴുള്ള സ്നേഹം കർത്താവിനോടുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് നമ്മുടെ ആവശ്യങ്ങളെ പരിഹരിക്കുന്ന കർത്താവ് നമുക്ക് മിശിഹയാണ്, രക്ഷകനാണ്, നല്ല കർത്താവാണ്. സഹോദരന്മാരെ, വിശ്വാസത്താലുള്ള രക്ഷയും വിശ്വാസത്താലുള്ള ക്രിസ്തീയ ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശ്വാസത്താലുള്ള ക്രിസ്തീയ ജീവിതം രക്ഷ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. വിശ്വാസത്താലുള്ള ക്രിസ്തീയ ജീവിതം അനുഗ്രഹങ്ങൾ ദൈവം നൽകും എന്നുള്ളത്, കർത്താവ് തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ, തന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയെങ്കിൽ, ഏറ്റവും നല്ല തന്നെ നമുക്ക് വേണ്ടി നൽകിയെങ്കിൽ, ഇതൊക്കെ നൽകുവാൻ നമ്മളെക്കാളും കൂടുതൽ താല്പര്യമുള്ള കർത്താവല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെക്കാളും കൂടുതൽ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നമ്മളെക്കാളും കൂടുതൽ അറിയുന്നു, നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, ഇതൊക്കെ നമ്മളെക്കാളും കൂടുതൽ അറിയുന്ന കർത്താവ് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, നമ്മുടെ കൂടെ ഉള്ളപ്പോൾ കർത്താവിനെ പരീക്ഷിച്ചറിയേണ്ട ആവശ്യം നമുക്കില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളിലും കർത്താവിനെ പരീക്ഷിച്ച് കർത്താവിനെ സ്നേഹിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ്. എന്തായിരുന്നു കർത്താവിനെ കണ്ടപ്പോൾ അവർ പറയേണ്ടിയിരുന്നത്? കർത്താവിനെ പരീക്ഷിക്കായിരുന്നു വേണ്ടിയിരുന്നത്. പറയേണ്ടിയിരുന്നില്ല, കർത്താവേ, ഞങ്ങൾ റോമക്കാരുടെ അടിമത്തത്തിലായി എത്രയോ നൂറ്റാണ്ടുകൾ, എത്രയോ കാലങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരും പ്രവാചകന്മാരും പറഞ്ഞ മിശിഹ, അഭിഷിക്തൻ, രക്ഷകൻ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ പിതാക്കന്മാർക്കോ പ്രവാചകന്മാർക്കോ കാണാതെ പോയ ആ രക്ഷയെ കർത്താവെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടല്ലോ. ഇതല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. കർത്താവെ, അവർക്കൊന്നും നിന്നെ കാണാൻ കഴിയാതെ പോയി, ഞങ്ങളുടെ മുമ്പിൽ ഇതാ നീ നിൽക്കുന്നു, നിന്നെ ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ വീഴുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അവർ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശിമയോൻ കുഞ്ഞായിരുന്ന കർത്താവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ പറയുന്ന വാക്കുണ്ട്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ. നമ്മളും കർത്താവിനെ കാണുമ്പോൾ പറയേണ്ടത് ഇതാണ്, കർത്താവെ, ദുഷ്ടന്മാരായിരുന്ന, പാപികളായിരുന്ന, അടഞ്ഞ കണ്ണുള്ള ഞങ്ങളുടെ കണ്ണു നീ തുറന്നുവല്ലോ. കർത്താവെ, നിന്നെ കാണുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ.
ഇതാണ് നമ്മളും പറഞ്ഞത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകി. എന്നാൽ സ്വന്തം ജനം അവനെ തള്ളിക്കളഞ്ഞു. ഭൗതികമായിരിക്കുന്ന നമ്മുടെ മുമ്പിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല കർത്താവിനെ പിൻപറ്റുവാനുള്ള കാരണം. അവൻ മിശിഹയാണ്, അവൻ രക്ഷകനാണ്, അവൻ അഭിഷിക്തനാണ് എന്നുള്ളതാണ് കർത്താവിനെ പിൻപറ്റുവാനുള്ള കാരണം. പിന്നീട് താഴേക്ക് വന്നു കഴിയുമ്പോൾ 25 വാക്യങ്ങളിൽ കർത്താവിനെ പരീക്ഷിച്ച അവരോട് കർത്താവ് പറയുന്ന മറുപടിയാണ്. പഴയ നിയമകാലത്തെ 2 ചരിത്രം പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നത്. അതിങ്ങനെയാണ് ഏലിയാവിന്റെ കാലത്തുണ്ടായ കാര്യവും എലീശയുടെ കാലത്തുണ്ടായ 2 ചരിത്രവുമാണ് കർത്താവ് അവരോട് പറയുന്നത്. അവിടെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കർത്താവ് തയ്യാറായില്ല, മറിച്ച് 2 ചരിത്ര സംഭവങ്ങൾ അവരോട് വിവരിക്കുകയാണ്. ഏലിയാവിന്റെ കാലത്ത് നമുക്ക് പരിചയമുള്ള കഥയാണ്. അത് 1 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായത്തിലാണ്. ഏലിയാവിന്റെ കാലത്ത് 3.5 വർഷം മഴ പെയ്തില്ല. അപ്പോൾ ജനം കൃഷിയെല്ലാം നശിച്ചു, ജനം ഭരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഏലിയാവിനെ ദൈവം സീദോനിലെ രാഭാത്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അയച്ച് ഒരു വിധവയെ സംരക്ഷിക്കുവാനായിട്ട് അയച്ചു. ഇതാണ് സംഭവം. 1 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായത്തിലാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 15-ാമത്തെ അധ്യായത്തില് നയമാനെ ശുദ്ധമാക്കുന്നു. നയമാനും ഇസ്രായേലിനല്ല, യഹൂദനല്ല, സിറിയക്കാരനായിരിക്കുന്ന നയമാൻ. അവന്റെ അടുക്കിലേക്ക് എലീശയുടെ അടുക്കിലേക്ക് അവൻ വരികയും അവൻ ശുദ്ധമാകുകയും ചെയ്യുന്ന 2 സംഭവങ്ങളാണ് കർത്താവിടെ അവരോട് അതിന് മറുപടിയായിട്ട്, കർത്താവിനെ പരീക്ഷിച്ച ജനത്തിനുള്ള മറുപടിയായിട്ട്, കർത്താവിനെ അവിശ്വസിച്ച, കർത്താവിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ജനത്തിന് മറുപടിയായിട്ട് പറയുന്ന 2 ചരിത്ര സംഭവങ്ങളാണ്. ഏലിയാവിന്റെ കാലത്ത് 3.5 വർഷം മഴ പെയ്യാതെ അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, സറാഫത്ത് എന്ന് പറയുന്ന ദേശത്ത് ഒരു അന്യജാതിക്കാരിയായിരിക്കുന്ന ഒരു വിധവയുണ്ട്, അവരുടെ അടുക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഏലിയാവ് വിധവയുടെ അടുക്കിലേക്ക് ചെന്നു. വിധവയായിരിക്കുന്ന ദരിദ്രയായിരിക്കുന്ന ആ സ്ത്രീയെ തൻ്റെ അവസാന അല്പം മാവ് ഉണ്ടായിരുന്നതെടുത്ത് അപ്പമുണ്ടാക്കി മകനും കൊടുത്ത് കഴിച്ച് ഇനി ഭക്ഷണമില്ല, മരിക്കുവാൻ തയ്യാറായിട്ട് അങ്ങനെ ഇരിക്കുന്ന വിധവയുടെ അടുത്തേക്കാണ് ഏലിയാവ് കടന്നു ചെല്ലുന്നത്. ഏലിയാവ് ചെന്ന് പറഞ്ഞു, നീ ഈ മാവ് കൊണ്ട് എനിക്കൊരു അപ്പം ഉണ്ടാക്കി തരണം. ആ സ്ത്രീ പറഞ്ഞു, ഞാനിത് കഴിച്ച് മരിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഇനി മഴ പെയ്യുമ്പോഴും നിന്റെ മാവ് കുറഞ്ഞു പോവുകയില്ല, നിന്റെ പാത്രത്തിലെ എണ്ണ തീർന്നു പോവുകയില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീ അതനുസരിച്ചു. ഏലിയാവിന്റെ ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് മുതിർന്നില്ല. ഏലിയാവ് പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കുകയും ആ സ്ത്രീ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് ചരിത്രം. മറ്റേത് ആരാം രാജാവിന്റെ സേനാധിപതിയായിരുന്ന നയമാൻ കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗിയായിരുന്ന നയമാൻ എലീശയുടെ വാക്കുകൾ കേട്ട് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി അങ്ങനെ കുഷ്ഠം മാറി ശുദ്ധമാകുന്നു. ഇത് കേട്ടപ്പോൾ അവർ വളരെ കോപിച്ചു. തന്നെ വിശ്വസിക്കാത്ത ജനത്തിന് മറുപടിയായി ഈ 2 ചരിത്ര സംഭവം പറഞ്ഞപ്പോൾ അവർ വളരെ കോപിച്ചു. കാരണം എന്താ? ഇത് 2 പേരും യഹൂദനല്ല എന്നുള്ളതാണ്. 2 പേരും വിജാതീയരായിരിക്കുന്ന ആളുകളാണ്. വിജാതീയരായിരിക്കുന്ന ആളുകളെ രക്ഷിക്കുവാനായിട്ട് ദൈവം അവരോട് കൃപ കാണിക്കുന്നു. അവർക്ക് കോപം നിയന്ത്രിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ദൈവം വിജാതീയരായിരിക്കുന്ന ആളുകൾ രക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചത്? ആ കാലത്തെ കുറിച്ച് പറഞ്ഞാല് ദൈവത്തെ മറുതലിച്ച്, ദൈവത്തെ തിരസ്കരിച്ച് നടന്ന ഒരു കാലമാണ് ഏലിയാവിന്റെയും യെശയ്യാവിന്റെയും കാലം. ഇസ്രായേലിൽ ഓരോ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഓരോ രാജാക്കന്മാരും യഹോവയ്ക്കെതിരായി പാപം എങ്ങനെ ചെയ്യണമെന്ന് പരീക്ഷിച്ച് കൂടുതൽ പാപം ചെയ്യുവാനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ വിട്ടുകളഞ്ഞ് ദൈവത്തിന് പുറംതിരിഞ്ഞു നിന്ന, ജനം മുഴുവനും പുറംതിരിഞ്ഞു നിന്ന ഒരു കാലമാണ്. ദൈവത്തെ അനുസരിക്കാൻ കൂട്ടാക്കാതെ, ദൈവത്തെ ഭയമില്ലാതെ, അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവരുടെ ഹോമങ്ങളിലും യാഗങ്ങളിലും ദൈവം പ്രസാദിക്കുമെന്ന് കരുതി ദൈവത്തെ ഹൃദയത്തിൽ നിന്ന്
നിന്ന് അകറ്റിക്കളഞ്ഞ് ദൈവത്തിനെതിരെ എങ്ങനെ കൂടുതൽ കൂടുതൽ പാപം ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു തലമുറയാണ് ഏലിയാവും യെശയ്യാവിന്റെയും തലമുറ. ദൈവത്തിന് അവിടെ ഇവിടെ പറയുന്നത് ഏലിയാവിന്റെ കാലത്ത് അനേകം വിധവമാർ ഇസ്രായേലിലുണ്ടായിരുന്നു. അനേകം വിധവമാരെന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ വളരെ ദാരിദ്ര്യത്തിലും വളരെ പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. അനേകം വിധവമാർ അവിടെ പട്ടിണി കൊണ്ട് മരിക്കുന്ന അവസരത്തില് ദൈവം ഒരു വിജാതീയ സ്ത്രീയായിരിക്കുന്ന ആ വിധവയുടെ അടുത്തേക്ക് അയച്ചു. കാരണം ദൈവത്തോട് മറുതലിച്ചിരിക്കുന്ന, ദൈവത്തെ അംഗീകരിക്കുവാൻ മനസ്സില്ലാത്തവരെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് മനസ്സില്ല. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അഭിമാനിക്കുകയും ആ ദൈവത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും പ്രശംസിക്കുകയും മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അനേകം കുഷ്ഠരോഗികൾ ഇസ്രായേലിലുണ്ടായിരുന്നു. അവരാരും സൗഖ്യം പ്രാപിച്ചില്ല. കാരണം ദൈവത്തെ അംഗീകരിക്കുവാനായിട്ട് ജനത്തിന് മനസ്സില്ല, അവരുടെ ജനത്തെ നയിക്കുന്നവർക്ക് മനസ്സില്ല എന്നുള്ളതാണ്. ആഹാബ് രാജാവ്, ദുഷ്ടന്മാരിൽ ദുഷ്ടനായിരിക്കുന്ന ആഹാബ് രാജാവിന്റെ കാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അവരോട് പറയുമ്പോൾ അവർ കോപിച്ചു. അവരോട് പറയുന്നത് ഇതാണ്: കർത്താവിനെ അംഗീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ല, ദൈവത്തെ മിശിഹയെ അംഗീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ല എന്ന് കർത്താവ് 2 ഉദാഹരണങ്ങളിലൂടെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെയും ആദ്യം പറഞ്ഞ നസ്രത്തിലെ ജനത്തിനും അവർക്ക് രക്ഷകനെ വേണ്ട, അവർക്ക് അത്ഭുതങ്ങളെ മതി, അപ്പം മതി, സൗഖ്യം മതി, രോഗസൗഖ്യം മതി, രക്ഷകനെ വേണ്ട. അങ്ങനെ ഒരു ആത്മീയ ദാരിദ്ര്യം അവർക്കില്ല. ഇതാണ് പ്രശ്നം. അവർക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണമുണ്ട്, ദൈവം കൊടുത്ത യാഗങ്ങളുണ്ട്, പാപപരിഹാര ബലിയുണ്ട്, അവർക്ക് ദൈവത്തിന്റെ പുസ്തകമുണ്ട്, ദൈവത്തിന്റെ ജനം എന്നുള്ള ആ പദവിയുണ്ട്. അതുകൊണ്ട് രക്ഷകന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ ചിന്ത. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ യഹൂദന്റെ ധൈര്യം എന്താണ്? ഞാൻ യഹൂദൻ, ന്യായപ്രമാണം എനിക്കുള്ളത്, അതുപോലെ തന്നെ ന്യായാന്യായങ്ങളെ വിവേചിക്കുവാനുള്ള കഴിവെനിക്ക്, ഇരുട്ടിലുള്ളവർക്ക് വഴികാട്ടിയാണ് യഹൂദൻ. അങ്ങനെ ഒരുപാട് പ്രശംസ ഉള്ളവരോട് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾക്കും രക്ഷകനെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അതാണ്, കർത്താവിനെ അവർക്ക് വേണ്ട. കാരണം അവർക്ക് അങ്ങനെ ഒരു ദാരിദ്ര്യം അവർക്കില്ല. അവർക്ക് അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവർ സംതൃപ്തരാണ്. ഹൃദയത്തിൽ കർത്താവിനെ അംഗീകരിക്കുവാനായിട്ട് മനസ്സില്ല എന്നുള്ളതാണ്. നമുക്കങ്ങനെ സാധ്യതയുണ്ട്. രക്ഷിക്കപ്പെട്ട് ഈ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ കടന്നു വന്ന ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് അവരങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവർ കടന്നു വന്നു. അവർ പണിയാത്ത വീടുകളിലും അവർ വിതയ്ക്കാത്ത നിലങ്ങളും അവർ കൊയ്തു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവർ പ്രാപിച്ചു. അവരോട് ദൈവചട്ടങ്ങളും പ്രമാണങ്ങളും പറഞ്ഞു. എന്നാൽ ചില കാലങ്ങൾ കൊണ്ട് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ പിന്തുടർന്നു. ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ പുറത്തു കളഞ്ഞു. ഇതാണ് രക്ഷിക്കപ്പെട്ട ചില നാളുകൾ കഴിയുമ്പോൾ നമുക്കും നമ്മുടെ ആചാരങ്ങൾ, നമുക്കുണ്ടല്ലോ ആചാരങ്ങളുണ്ട്, നമുക്ക് അനുഷ്ഠാനങ്ങളുണ്ട്, നമുക്ക് പ്രാർത്ഥനയുണ്ട്, സൺഡേയിൽ നമുക്ക് ആരാധനയുണ്ട്, സങ്കീർത്തനമുണ്ട്, പാട്ട്, മനോഹരമായിരിക്കുന്ന പാട്ടുണ്ട്, ദൈവവചനമുണ്ട്, കൂട്ടായ്മ എല്ലാം ഉണ്ട്. ഹൃദയത്തിൽ കർത്താവുണ്ടോ? വിഷയമുണ്ടോ? ഒരു യഹൂദനാകാനായിട്ട് രക്ഷിക്കപ്പെട്ട മനുഷ്യന് കഴിയും. നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സംതൃപ്തരായി അതിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും കർത്താവില്ലാതെ ജീവിക്കുവാനായിട്ട് ഒരു രക്ഷിക്കപ്പെട്ട മനുഷ്യനും സാധ്യമാണ്. യഹൂദന് തന്റെ സ്വന്തം ജനം, നമ്മുടെ പ്രശംസ അതല്ലേ? കർത്താവിന്റെ ജനം, ബൈബിള് ഞങ്ങൾക്കുണ്ട്. മറ്റ് സകല മനുഷ്യരെക്കാളും ഞാൻ പറയട്ടെ, ന്യായാന്യായങ്ങളെ വിവേചിക്കുവാനുള്ള കഴിവ് ദൈവമക്കൾക്കാണ്. ഇതൊക്കെ നമ്മുടെ പ്രശംസയാണ്. ഇതാണ് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പക്ഷെ ദൈവമില്ലാത്ത ഒരാചാരങ്ങളിലും ഒരാരാധനയിലും ഒരു ചടങ്ങുകളിലും പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഹൃദയമില്ലാത്ത ആരാധന, ഹൃദയമില്ലാത്ത പാട്ട്, ഹൃദയമില്ലാത്ത സങ്കീർത്തനം, ഇതൊന്നും സ്വീകരിക്കുന്ന ദൈവമല്ല. നമുക്ക് പരിശോധിക്കാം.
നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഇസ്രായേൽ ജനം കർത്താവിനെ പരീക്ഷിച്ചു, കർത്താവിനെ തള്ളിക്കളഞ്ഞു. കർത്താവിനെ പരീക്ഷിക്കരുത്. കർത്താവായ യേശുക്രിസ്തു, യേശയ്യാപ്രവാചകൻ ഇവിടെ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ള ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പ്രവചനം യേശയ്യാപ്രവാചകൻ പ്രവചിക്കുകയാണ്. അതിൻ്റെ ഉടയവനായിരിക്കുന്ന, അതിലെ നായകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെയാണ് മിശിഹ. മനുഷ്യർക്ക്, സ്വന്തം ഗ്രാമക്കാർക്ക് അവനെ അംഗീകരിക്കുവാനായിട്ട് മനസ്സിലായില്ല. കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. നമുക്ക് കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിലും കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ല കർത്താവിനെ നമ്മൾ അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടത്. അവൻ മിശിഹയാണ് എന്നുള്ളത് കൊണ്ടാണ്, അവൻ രക്ഷകനാണ് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ പ്രാഗൽഭ്യം ആയിത്തീരാനുള്ള സാധ്യതയുണ്ട് കാലക്രമേണ. എന്നാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല നമ്മുടെ പ്രാഗൽഭ്യമാകേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ വചനം വായിക്കുമ്പോൾ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് ഇവിടെ പ്രസംഗിക്കുന്നത് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല, അവർ കേൾക്കേണ്ട കാര്യമാണ്. അവർ കേൾക്കാൻ ആഗ്രഹിച്ചത്, കാണാൻ ആഗ്രഹിച്ചത് കർത്താവിൻ്റെ അത്ഭുതങ്ങളും കർത്താവിൻ്റെ അടയാളങ്ങളും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുമാണ് അവർ കാണാൻ ആഗ്രഹിക്കുകയും കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. എന്നാൽ അവർ കേൾക്കേണ്ട കാര്യമാണ് കർത്താവിവിടെ പ്രസംഗിച്ചത്. നമ്മൾ പ്രസംഗിക്കേണ്ടത് തന്നെയാണ്. മനുഷ്യർ കേൾക്കുവാനും കാണുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, മനുഷ്യർ കേൾക്കേണ്ടതും കാണേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത്. സുവിശേഷം പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യാനായിട്ട് ആളുകൾക്ക് താല്പര്യമില്ല. ആളുകൾക്ക് താല്പര്യം അത്ഭുതങ്ങൾ കാണാൻ, എബ്രഹാമിനെ പോലെ വാനല്ല തലയാക്കും എന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാൻ, എബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങൾക്കുമുണ്ട്, നിങ്ങൾക്ക് കടബാധ്യതയിൽ നിന്ന് മോചനം, നിങ്ങൾക്ക് ശാപത്തിൽ നിന്ന് വിടുതൽ എന്ന് കേൾക്കാനാണ് മനുഷ്യർക്ക് ആഗ്രഹം. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നു, സാമ്പത്തികമായ അനുഗ്രഹം പ്രാപിക്കുന്നു, നിങ്ങൾ ഉന്നതി പ്രാപിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാനായിട്ടാണ് ആഗ്രഹം. കാർ കിട്ടുന്നു, വീട് കിട്ടുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹമാണ് മനുഷ്യർക്ക്. അവിടെയാണ് ആളുകൾ കൂടുന്നത്, അവിടെയാണ് ജനം ഇടിച്ചു കയറുന്ന കാര്യം അവിടെയാണ്. എന്നാൽ ആത്മാക്കളെ രക്ഷിക്കുന്ന കർത്താവിന്റെ സുവിശേഷം പറയുമ്പോഴോ ജനങ്ങൾ കേൾക്കാനായിട്ട് താല്പര്യമില്ല. പാപത്തെക്കുറിച്ച് പറയുമ്പോഴോ, ഇവരുടെ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ പള്ളിയിലുള്ളവർ എല്ലാം ഇത് കേട്ടിട്ട് കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം വരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവരുടെ കർത്താവിനെ തള്ളിക്കളഞ്ഞതിനെ കുറിച്ച്, അവരുടെ പാപത്തെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആരാധനയോടെ നിർത്തി. പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഹ്റോന്റെ അനുഗ്രഹമുണ്ട്, ആശീർവാദമുണ്ട്, പ്രാർത്ഥനയുണ്ട്. സിനഗോഗിലെ ചടങ്ങുകൾ പകുതി വഴി നിർത്തിയിട്ട് കർത്താവിനെ വലിച്ചിഴച്ച് മലയിൽ കൊണ്ടുപോയി തലകീഴായി ഇവനെ കൊന്നുകളയണം. അതിനവർക്ക് കാരണമുണ്ട് കേട്ടോ. കള്ളപ്രവാചകനെ കൊന്നുകളയണമെന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു. സത്യം വിളിച്ചു പറയുന്നവരെ കൊന്നുകളയണം എന്ന് പറയുന്ന സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സത്യം വിളിച്ചു പറയണം. ഇതാണ് കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുന്ന മറ്റൊരു കാര്യം. കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല, കേൾക്കേണ്ട കാര്യം ധൈര്യത്തോടുകൂടി പറയണം. ഇതാണ്. അവരെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോയി തലകീഴായിട്ട് തള്ളിയിടുവാനായിട്ട് ഭാവിച്ചു. എന്നാൽ അവരുടെ ഇടയിലൂടെ കർത്താവ് കടന്നുപോയി. ഇതൊരു അത്ഭുതമായിരിക്കാം. കർത്താവ് അനേകം പേരെ വലിച്ചിഴച്ച് അവരോട് സത്യം പറഞ്ഞതുകൊണ്ട്, അവരുടെ മിശിഹ ഞാനാണെന്ന് പറഞ്ഞതുകൊണ്ട്, അവർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം അവരോട് പറഞ്ഞതുകൊണ്ട് കർത്താവിനെ അവർ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചു. കർത്താവിനെ അവർ വലിച്ചിഴച്ച് തലകീഴായിട്ട് കൊണ്ടുപോയി ഇവനെ കൊന്നുകളയണം എന്ന് തീരുമാനമെടുത്തു. എന്നാൽ അവരുടെ നടുവിലൂടെ കർത്താവ് നടന്നുപോയി. അവർ കാണാൻ ആഗ്രഹിക്കുന്ന കഫർന്നഹൂമിലും ഗലീലയിലും നടന്ന അത്ഭുതങ്ങൾ അവരുടെ മുമ്പിൽ കർത്താവ് കാണിച്ചില്ല. അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലെ അവരെ പുകഴ്ത്തിയില്ല. അതുകൊണ്ട് കർത്താവിനെ അവർ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. സഹോദരന്മാരെ, കർത്താവ് നമ്മുടെ ഒരു മാതൃകയാണ്. മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുടെ പാപങ്ങളെ ബോധ്യം വരുത്തുക എന്നുള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ അറിയുന്ന ബന്ധുക്കളുടെ മുമ്പിൽ, ജനസമൂഹത്തിന്റെ മുമ്പിൽ
നമ്മളെ വെറുക്കുമെന്ന ബോധ്യത്തോടുകൂടെ അവരുടെ രക്ഷകനെ കുറിച്ച് അവർക്ക് വേണ്ടി കർത്താവ് വന്നിരിക്കുന്നു. പാപത്തിന്റെ മോചനമില്ലെങ്കിൽ നിങ്ങൾ നിത്യശിക്ഷയിൽ അകപ്പെടുമെന്ന ധൈര്യത്തോടെ പറയുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോഴാവുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാവുന്നു രക്ഷാദിവസം. നമ്മൾ ഏറ്റവും മനോഹരമായിരിക്കുന്ന യോവേൽ പ്രവാസത്തിൽ നമ്മളായിരിക്കുന്നു. നമ്മുടെ പാപത്തിന്റെ കടങ്ങളെ കർത്താവ് മോചിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ ശാപത്തിന്റെ കെട്ടുകളെ കർത്താവ് പൊട്ടിച്ചിരിക്കുന്നു. നമ്മുടെ അടഞ്ഞ ചെവി കർത്താവ് തുറന്നിരിക്കുന്നു. അന്ധമായിരുന്ന കണ്ണുകളെ കർത്താവ് തുറന്നിരിക്കുന്നു. കർത്താവിനോട് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കും.